സ്കൂൾ ഒളിമ്പിക്സ് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കുട്ടികളുടെ സൂംബ ഡാൻസോടെയാണ് നാളെ വിശിഷ്ട അതിഥികളെ വരവേൽക്കുക. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ എത്തി മന്ത്രി വി ശിവൻകുട്ടി ഒരുക്കങ്ങൾ വിലയിരുത്തി. വിജിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒളിമ്പിക്സ് മാതൃകയിലുള്ള രണ്ടാമത് സ്കൂൾ കായികമേളക്കാണ് നാളെ തിരിതെളിയാൻ പോകുന്നത്. ദീപശിഖയും ഒപ്പം തന്നെ ആദ്യമായി ഏർപ്പെടുത്തിയ സ്വർണ്ണക്കപ്പും മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പുമെല്ലാം നാളെ വൈകിട്ടോടുകൂടി തിരുവനന്തപുരത്ത് എത്തും. അത് എല്ലാം എത്തിയ ശേഷമായിരിക്കും മുഖ്യമന്ത്രി ഈ രണ്ടാമത് സ്കൂൾ ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്യുക. അതിനുള്ള അവസാനത്തെ ഈ പരിപാടികളുടെ റിഹേഴ്സലാണ് നിലവിൽ നടക്കുന്നത്. ഈ കുട്ടികൾ എല്ലാമാണ് നാളെ ഉദ്ഘാടന പരിപാടിയിൽ സൂംബ ഡാൻസും മറ്റ് കായിക ഇനങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ പോകുന്നത്. മന്ത്രി വി ശിവൻകുട്ടി ഈ ഫൈനൽ റിഹേഴ്സൽ സന്ദർശിക്കാനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നുള്ളതാണ് നേരത്തെ തന്നെ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും അവസാനഘട്ട ഒരുക്കങ്ങളുടെ നടുവിലാണ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉള്ളത്. അതിനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും മന്ത്രി തന്നെ പൂർത്തീകരിച്ച് കൊണ്ടിരിക്കുകയാണ്. ഓരോ വേദികളിലും 12 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ കായികമേള നടക്കുന്നത്. ഏകദേശം 41 ഇനങ്ങളാണ് കായിക മേളയിലുള്ളത്. മന്ത്രി തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് അവസാനഘട്ട ഒരുക്കങ്ങളാണ്, അവസാനഘട്ട റിഹേഴ്സലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാ വേദികളും മത്സരം തുടങ്ങുവാൻ തയ്യാറാണ്. ഉദ്ഘാടന സമ്മേളന വേദിയിലാണ് നമ്മൾ നിൽക്കുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കുട്ടികളുടെ പരിശീലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കലാപരിപാടികളുടെ പരിശീലനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 3000-ഓളം വരുന്ന വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാലാവസ്ഥയും കൊണ്ട് അനുകൂലമായാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. മഴ എന്തായാലും നിലവിൽ മാറി നിന്നിട്ടുണ്ട്. ഒരു ബി പ്ലാൻ കൂടി ഉണ്ട് എന്നാണ് മന്ത്രി അതിനെ വ്യക്തമാക്കിയത്. അതെ, മഴ ശക്തമായ മഴ പെയ്താൽ ഒരു 4-5 ഇനം നമ്മൾ വേറെ സ്റ്റേഡിയത്തേക്ക് മാറ്റേണ്ടി വരും. ഇൻഡോർ സ്റ്റേഡിയത്തിലായിരിക്കും. 20,223 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. 223 കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ കുട്ടികളും എല്ലാ ദിവസവും അത്രയും ഉണ്ടാവില്ല. ടൈം ടേബിൾ അനുസരിച്ച് മാറി വരും. ഇന്ന് രാത്രിയാണ് ആദ്യത്തെ ടീം ഇങ്ങോട്ട് എത്താൻ പോകുന്നത് അല്ലേ? ബാച്ച് രാത്രി 9 മണിക്കുള്ള ഏറനാട് ട്രെയിൻ എത്തിച്ചേരും. അവരെ സ്വീകരിക്കാനുള്ള പോകുന്നുണ്ട്. മന്ത്രി തന്നെ നേരിട്ട് പോകുന്നുണ്ട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുണ്ട്. അവർക്കുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും നന്നായി തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആദ്യ ബാച്ച് ഇന്നിപ്പം രാവിലെ ഫ്ലൈറ്റിൽ വന്നു കഴിഞ്ഞു. ഗൾഫിലെ വിദ്യാർത്ഥികൾ, ഭിന്നശേഷി വിദ്യാർത്ഥിനികൾ അവരെല്ലാം കാര്യങ്ങളിലും എല്ലാം ചെയ്തിട്ടുണ്ട്. മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് രണ്ടാമത് ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായിക മേളക്കാണ് നാളെ തുടക്കം കുറിക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നൊരുക്കങ്ങൾ പൂർണ്ണമായും മന്ത്രി വിലയിരുത്തി കഴിഞ്ഞു. കാലാവസ്ഥയുടെ പ്രതികൂലമായ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ അതിന് മറ്റൊരു ബി പ്ലാൻ കൂടി തയ്യാറാക്കിയാണ് ഈ കായികമേള നടത്തി തീർക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഗൾഫിൽ നിന്ന് ഏകദേശം 7 സ്കൂളുകളിൽ നിന്നായി 45ഓളം വിദ്യാർത്ഥികളാണ് കായികമേളയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം ഭിന്നശേഷി വിദ്യാർത്ഥികളുണ്ട്. അങ്ങനെ 41 ഇനങ്ങൾ ഈ 12 തിരുവനന്തപുരം നഗരത്തിലെ 12 സ്റ്റേഡിയങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ എറണാകുളത്ത് ആദ്യത്തെ ഒളിമ്പിക്സ് മാതൃകയിലുള്ള കായികമേള നടന്നപ്പോൾ വലിയ വിജയമായതിൻ്റെ അതിൻ്റെ ആവേശത്തിൽ തന്നെയാണ് ഇത്തവണ പക്ഷേ മന്ത്രിയുടെ സ്വന്തം നാട്ടിൽ തിരുവനന്തപുരം നഗരത്തിലാണ് ഈ കായികമേള നടക്കുന്നത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വിജയമായി കായികമേളയെ മാറ്റാനുള്ള ഒരു നീക്കം, അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കിയാണ് മന്ത്രിയും സംഘവും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ക്യാമറമാൻ ഉണ്ണി പാലാഴിക്കൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.